നമ്മൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളും കൂടെ നമ്മൾ കയറി അതിനിടയ്ക്ക് കണ്ടായിരുന്നു. ഒന്ന് രണ്ട് ഷോപ്പിംഗ് മാള്. പിന്നെ കഴിഞ്ഞ ദിവസം കയറിയ പോലത്തെ ആയതുകൊണ്ട് നമ്മളത് പിന്നെ ഷൂട്ട് ചെയ്തില്ല. ഇതിപ്പോൾ ഹാമർ ഫോർട്ടിലോട്ടാണ് പോകുന്നത്. നല്ല അടിപൊളിയാണ്. അവിടെ ഒന്നുണ്ട്, ഇവിടെ രണ്ട്, ഇവിടെ മൂന്ന് ഫോർട്ടുകളുടെ ഒരു വലിയൊരു സംഭവമാണ്. ഇവിടെ ഒരു ചെറിയ തടാകം പോലെയൊക്കെ ഉണ്ട്. നല്ല ചൂടുണ്ട്. അതാണ് ഇവിടുത്തെ രാജസ്ഥാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു 45 ഡിഗ്രി ആയിട്ടുണ്ട്. ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവനെ എവിടെ കൊണ്ട് വിടുന്നറിയില്ല. നോക്കാം. ഇതാണ് നമ്മുടെ ഫോർട്ട്. ഒരു സൂപ്പർ ഫോർട്ടാണ്. ചലോ. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ നിർത്തുന്നതാണ്. ഇതാണ് നമ്മുടെ ഫേമസ് ആയ ഫോർട്ട്. ഇവിടെ ജീപ്പ് സവാരി ഉണ്ടെന്നാണ് അവന്മാർ പറഞ്ഞത്. ജീപ്പിൽ മേളിൽ കൊണ്ടുപോകും. 500 രൂപ, 300 രൂപ, പല റേറ്റാണ്. ഗൈഡുണ്ട്. 200, 300ഒക്കെയാണ് ഗൈഡിൻ്റെ റേറ്റ്. ഗൈഡിൻ്റെ റേറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്യണമല്ലോ, നടന്നേക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ എൻട്രി തപ്പിപ്പിടിക്കണമല്ലോ, അതിലേ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഓവറോൾ വ്യൂ. ഇത് കണ്ടോ, ഇവിടെ നിന്നൊക്കെ സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് കയറി വേണം ആ മലയുടെ ടോപ്പിൽ ഫോർട്ടിലെത്താൻ. ഇവിടെ ഒരു ചുറ്റും ഇതിൻ്റെ എൻ്റെയർ ഫുള്ള് 4 വശങ്ങളിലും ഇതേപോലെ ഇഷ്ടംപോലെ ഫോർട്ടുകളാണ്. കണ്ടോ, അതൊക്കെ ഭയങ്കര ഫോട്ടോ. അതിൻ്റെ മണ്ടലോട്ട് വലിഞ്ഞ് കയറണം പോയി. കണ്ടോ, അതാണ് സംഭവം. നല്ല അടിപൊളി സൂപ്പർ നിർമ്മിതിയാണ് കേട്ടോ. കൊള്ളാം. പോകുന്ന വഴിക്കുള്ള കച്ചവട സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ചെരുപ്പും, രാജസ്ഥാനീസ് ടൈപ്പ് ചെരുപ്പും ബാംഗിൾസും ഉണ്ട്. ഇതാണ് ഞാൻ എൻ്റെ ടോപ്പിലോട്ട് കയറുമ്പോഴൊരു വ്യൂ. വർഷങ്ങൾ പഴക്കമുള്ള ഫോർട്ടാണ്. അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ മേളിലെത്തണം നടന്ന്. ഓക്കെ, ഏകദേശം ഞാൻ നടന്നതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. 1 കിലോമീറ്റർ നടക്കണം. പിന്നെ ആരോഗ്യമുള്ളപ്പോഴല്ലേ നടക്കാൻ പറ്റുക. അത് മറ്റൊരു ഫോർട്ടാണ്. ഇങ്ങനെ ഇവിടെ ചുറ്റുപാടും ഇഷ്ടംപോലെ ഫോർട്ടുകളുണ്ട്. താഴെ വന്നേക്കുന്ന ബിൽഡിംഗ് എല്ലാം അതിന് ശേഷം പണിതേക്കുന്നതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഫോർട്ടുണ്ട്. എന്നെപ്പോലെ ഇവിടെയും കുറേ പേരിങ്ങനെ മടുത്ത് നിൽപ്പുണ്ട്. ഇനി കുറച്ചും കൂടെ കയറിയ ഫോർട്ടായി. ഞാൻ ഫോർട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അതൊരു 360 ഡിഗ്രിയിൽ കറങ്ങുന്ന ക്യാമറയാണ്. അതിൽ നമ്മളെ 360 ഡിഗ്രി കറക്കി വീഡിയോ എടുത്തു തരും അവന്മാർ. ചെറിയ തണൽ മരങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പണ്ടത്തെ ഒരു പീരങ്കിയ. ഇനിയിപ്പോൾ അതിൻ്റെ ടോപ്പിനും കൂടെ കയറിയാൽ ഏകദേശമാകും. ഇതാണ് ഫോർട്ടിൻ്റെ ടോപ്പ്. ഒരു നടുത്തളം പോലെയുണ്ട്. അതാണ് ആ ഒരു എൻട്രൻസ് വഴിയാണ് നമ്മൾ കയറുന്നത്. ആ എൻട്രൻസ് വഴി കയറുമ്പോൾ അതിവിശാലമായ ഒരു പ്ലേസ് നമുക്കിവിടെ ഉണ്ട്. ഇതിന് ചുറ്റും ഇങ്ങനെ ഇതേപോലെ ഫോർട്ട് പണിത് സുന്ദരമായി വെച്ചിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാനൊന്ന് 360 ഡിഗ്രി കറക്കി കാണിച്ചതാണ്. ഇതിൻ്റെ ഫ്ലോറൊക്കെ നല്ല ടൈല്. പഴയകാലത്തെ, ഇന്നത്തെ ടൈലെന്ന് പറയും പഴയകാലത്തെ സാൻഡ് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇപ്പോഴാണ് രാജസ്ഥാനിൽ വന്നിട്ട് ഒരു ഫോറിനേഴ്സിനെ കാണുന്നത്. ഇവിടെ അകത്ത് ഇഷ്ടംപോലെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളമെല്ലാം കുടിക്കാൻ, ജ്യൂസെല്ലാം കുടിക്കാൻ. ഇതേ ഒരു ATM SBIയുടെ. അപ്പോൾ സംഭവം സെറ്റ് ചെയ്ത് നോക്കട്ടെ. ഇനി അങ്ങോട്ട് എന്തോ ഒരു സംഭവം കാണിക്കുന്നുണ്ട്, നോക്കട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡാണ്. ഏറ്റവും ടോപ്പിലൊരു ഫോർട്ടുണ്ട്. അവിടേക്ക് എത്തിപ്പെട്ടാനുള്ള വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരം വഴികളാണ്. ഇത് തൊട്ട് താഴെയുള്ള ജനവാസ മേഖലയാണ്. അതുണ്ടോ, ഇവിടെ എല്ലാം ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഇതൊക്കെ ഈയിടെ വന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും. ജീപ്പ് സവാരി ഉണ്ട്. ജീപ്പ് കൊണ്ട് ഇവിടെ ഇട്ടിട്ട് നടന്നോളാൻ പറയും. നല്ല കാറ്റുണ്ട്. നല്ല തണുത്ത കാറ്റാണ്. ചൂടുണ്ടെങ്കിലും കാറ്റ് നല്ല തണുത്ത കാറ്റാണ്. ഇതൊരു ഫോർട്ടിൻ്റെ ഒരു സൈഡാണ്. ഈ ഒരു സൈഡിൽ നിന്ന് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് കയറാൻ പോവാം. ഇവിടുത്തെ പടവുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ കല്ല് ക്രാക്ക് ചെയ്ത് പൊട്ടിച്ച് കീറി സൈസാക്കി എടുത്തതാണ്. പക്ഷേ കാലങ്ങൾ കൊണ്ടത് മൊത്തം ഒരു ഭംഗിയെല്ലാം നഷ്ടപ്പെട്ട് ആയി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടോപ്പ് ഏരിയ അതാണ്.
അവിടെ പോയാൽ ഏകദേശം ഫോർട്ട് മൊത്തത്തിൽ കാണാം, താഴ്വാരം മൊത്തത്തിൽ കാണാം. വീണ്ടും സ്റ്റെപ്പ് വലിഞ്ഞ് കയറണം. അത് ഞാനിവിടെ പമ്മി നിൽക്കുക. അപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടുത്തെ വല്ലതും ആയിരിക്കും. കുട്ടികളിങ്ങനെ ഫോട്ടോ ഒക്കെ കാണാൻ വരുന്നുണ്ട്. ആളുകളുണ്ട്, തിരക്കേടില്ല. ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടോപ്പ് വ്യൂ. അവിടെയെല്ലാം ജനവാസ മേഖലയാണ്. ആ ജീപ്പ് കിടക്കുന്ന സൈഡിൽ നിന്നാണ് നമ്മൾ വന്നത്. നല്ല അതിമനോഹരമായ ഗാർഡൻ അവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു ഫുള്ള് വ്യൂ ഇതാണ് വരിക. ഒരു ചെറിയ തണകടം പോലെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയുള്ള. അന്നത്തെ കാലത്തായിരിക്കും. ഇതാണ് ഫുൾ ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ. ഇതതിൻ്റെ നടുത്തളം എന്ന് പറയാം. ഇത് പോകാനുള്ള വഴിയാണ്. കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ഇവിടെ വന്ന ഫോട്ടോയും കാണാനും എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഡോറ് ഞാൻ കാണിച്ചു തന്നെ. ഡോറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ തടി കൊണ്ടുണ്ടാക്കിയേക്കുന്നതാണ്. നല്ല സൈസ്, നല്ല ഹൈറ്റ്. എത്രയുണ്ട്? എൻ്റെ ഒരു 5 ഇരട്ടി പൊക്കമുണ്ട്. 6 30 അടി, 35, 40 അടിയെങ്കിലും ഹൈറ്റ് കാണും ഈ ഡോറിന്, തടിയുടെ ഡോറിന്. അതേപോലെ ഇവിടെയുണ്ട്. ഇതിനൊരു ചെറിയൊരു കവാടമുണ്ട്, നമ്മൾ ജയിലിനൊക്കെ കാണുന്ന പോലെ. ഭയങ്കര ഡോറ. പിന്നെ ഇവിടെ ഒരു തൂക്കുവിളക്കമുണ്ട്, നല്ല കൊത്തുപണികളുമുണ്ട്. അങ്ങനെ തന്നെയാണ് എല്ലാ നിർമ്മിതികളും. നല്ല കാറ്റ് വരുന്നുണ്ട്. കാറ്റിന് നല്ല തണുത്ത കാറ്റാണ്. ടെമ്പറേച്ചർ 42 ഡിഗ്രി ആണെങ്കിലും നല്ല തണുത്ത കാറ്റാണ്. അടിപൊളി. ഇവിടെ വന്നപ്പോഴാണ് മറ്റൊരു കാര്യം കൂടെ കണ്ടത്. ഇത് കണ്ടോ, ഇതൊരു പഴയ ഫോർട്ട് എല്ലാം കൂടി ഇടിഞ്ഞ് തകർന്ന് പോയതാണ്. ഇത് ഫുള്ള് ചുറ്റും നമ്മുടെ ചൈന വൻമതിൽ പോലെ ഈ ഒരു ഫോർട്ടിന് ചുറ്റും കണ്ടോ, ഇതേപോലെ ചുറ്റും മതിൽ കെട്ടി ഓരോ 8 പോസ്റ്റ് പോലെ ഇങ്ങനെ കാവൽക്കാരെയൊക്കെ നിർത്തി നല്ല അടിപൊളിയായിട്ട് ശത്രുവിൽ നിന്നും സംരക്ഷിച്ച് വരുന്ന പോലത്തെ ഒരു സംവിധാനമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതൊക്കെ മുഗൾ കാലഘട്ടത്തിൽ വല്ലതും പണിതായിരിക്കണം. കാരണം ഇന്ത്യയിലെ ഒട്ടുമിക്ക നിർമ്മിതികളും മുഗൾ ഭരണകാലത്താണല്ലോ ഉണ്ടായത്. ഞാൻ വീണ്ടും ടോപ്പിൽ നിന്നും പതുക്കെ താഴത്തോട്ട് ഇറങ്ങി. ഇതാണ് ഇവിടുത്തെ ഒരു ഗാർഡൻ. നല്ല അടിപൊളി ഗാർഡനാണ്. നമ്മൾ വീഡിയോ കാണുന്ന പോലെ എത്രമാത്രം നന്നാവുമെന്നറിയില്ല. അടിപൊളി ഗാർഡനാണ്. ഇതാണ് നമ്മുടെ ഫോർട്ട്. നമ്മൾ കയറിപ്പോയ ആ ഫോർട്ടിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് നമുക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഇതിങ്ങനെ ഈ ഫോർട്ടിനെ ചുറ്റി ഫുള്ളും മലയാണ്. ഈ മലയിൽ ഫുൾ ഇതേപോലെ 8 പോസ്റ്റ് നിർമ്മിച്ച് ഈ ഫോർട്ടിനെ അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് അന്നത്തെ കാലത്ത് പരിപാലിച്ചു വന്നത്. സംഭവം കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഇതാണിതിൻ്റെ ഒരു ഔട്ട് വ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ കോട്ടയുടെ ഒരു ഔട്ട് വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഇഷ്ടംപോലെ ജീപ്പുകളുണ്ട് മുകളിലോട്ട് പോകാൻ. 300 to 500 റേറ്റ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഫോറിനേഴ്സ് ഇവിടെ കുറച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഫോർട്ടിന് ശേഷം നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ജൽമന്ദിർ എത്തിയിട്ടുണ്ട്. അതായത് ഒരു നദിയുടെ നടുക്കാണ് ആ ബിൽഡിങ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഇവിടെ വളരെയധികം ഗൈഡുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ രാജസ്ഥാനി ഡ്രസ്സിൽ ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഈ ചൂടത്ത് ഉള്ള ഡ്രസ്സ് തന്നെ നമുക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് നിൽക്കുക. അപ്പോൾ അതേ ഓമെന്ന് കണ്ട രാജസ്ഥാനി ഡ്രസ്സിലൊക്കെ ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ചിരിക്കുന്നുണ്ട് പാവം. ഒരൊറ്റ ഫോട്ടോ 100 rupees. ഇവിടെ എല്ലാം 100ൻ്റെ കളികളാണ്. ഇതെല്ലാം അതിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നതാണ്. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ ചൂട് ഒരു രക്ഷയില്ല കേട്ടോ. രാജസ്ഥാൻ നല്ല സ്ഥലമാണ്, കാണാൻ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ നമുക്ക് ചൂട് അഫോർഡബിൾ അല്ല. ഇതാണ് കേസ്. അങ്ങനെ നമ്മൾ ജയ്പൂരിൽ നിന്നും ആഗ്രയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ റിട്ടേൺ ആഗ്രയിൽ നിന്നാണ്. ഇതാണ് നമ്മുടെ ആഗ്ര റെയിൽവേ സ്റ്റേഷൻ. ആക്ച്വലി ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് നിസാമുദ്ദീനിൽ നിന്നാണ്. പക്ഷേ നമുക്ക് ജയ്പൂരിൽ നിന്നും നിസാമുദ്ദീൻ പോകുന്നതിനേക്കാട്ടിലും ബെറ്റർ ജയ്പൂരിൽ നിന്നും ആഗ്ര വരുന്നതാണ്. അപ്പോൾ ട്രെയിൻ ഇവിടെ നിന്ന് നമുക്ക് ജോയിൻ ചെയ്താൽ മതി. ആഗ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരം പോപ്പുലേഷനാണ്. റെയിൽവേയിൽ നിന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, അത്രയും തിരക്കാണ്. ഞാൻ കാണിച്ചു തരാം. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവിടെ ഓട്ടോക്കാരെ കൊണ്ടും റിക്ഷക്കാരെ കൊണ്ടും ഭയങ്കര ശല്യമാണ്. ഇറങ്ങുന്നവർ ഇതേപോലെ ക്യാൻവാസ് ചെയ്ത് റൂം, സവാരി, താജ്മഹൽ വിസിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് പറിച്ചുകൊണ്ട് പോവുക. രാവിലെ അവിടെ
ടെമ്പറേച്ചർ ഒന്ന് കാണിച്ചായിരുന്നു 34 ഡിഗ്രി ആണെന്ന് തോന്നുന്നു. ഇതാണ് ആഗ്ര റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഏകദേശം ഒരു 8:20 വരും. 5:20 നിസാമുദ്ദീനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത മംഗള എക്സ്പ്രസ്സാണ്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, ആഗ്ര റെയിൽവേ സ്റ്റേഷൻ. അത് ആഗ്രയിൽ വരുമ്പോൾ ശ്രദ്ധിക്കണം. ആഗ്രയിൽ 3-4 റെയിൽവേ സ്റ്റേഷനുണ്ട്. ആഗ്ര ഫോർട്ടുണ്ട്, ആഗ്ര കാണ്ടുണ്ട്. അപ്പോൾ നോക്കി വേണം കയറാൻ. നമ്മൾ ആഗ്ര കാണ്ടിൽ നിന്നാണ് റിട്ടേൺ. 34 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. അവിടെ ബോർഡുണ്ട്. വണ്ടി 8:20 വരും. പ്ലാറ്റ്ഫോം 2 ആണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതാണ് എൻട്രി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഒരു താജ്മഹലിൻ്റെ ഒരു ചെറിയൊരു ശില്പം വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര തിരക്കാണ്. അതാണ് ആ സംഭവം. മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.